ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ സച്ചുറിച്ചൊക്കെ നല്ല മാറ്റലും ഒരുക്കത്തിലൊക്കെ കേട്ടോ. അപ്പോൾ രാവിലെ 5 മണി കഴിഞ്ഞേക്കാണിത്. അപ്പോൾ ഓലിന്ന് മദ്രസിൽ നിന്ന് സിയാറത്ത് പോവാട്ടോ. അതിനുള്ള ഒരുക്കത്തിലാണ്. 6 മണിൻ്റെ മുന്നേ മദ്രസയ്ക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും മാറ്റിയൊക്കെ ഒരുങ്ങി ചായ കുടിക്കുക കേട്ടോ. അപ്പം ഞാനിന്ന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നേരത്തെ നീച്ച് അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അവർക്ക് പോകുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ പോകുമ്പോൾ മദ്രസിൽ നിന്ന് പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓല്. എന്നാലും ഇവിടുന്ന് രാവിലെ ഇറങ്ങി പോകുമ്പോൾ ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിടുമ്പോൾ ഒരിടങ്ങാറല്ലേ. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഓല് പോകാൻ ഇറങ്ങിക്കുക കേട്ടോ. അപ്പോൾ നേരം വെളുത്തിട്ടൊന്നുമില്ല, നല്ല ഇഷ്ടമാണ്. ഒരു ടോർച്ചൊക്കെ എടുത്തതാ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഓലോട് ഇങ്ങനെ പറയുന്നു, അവിടെ ഇവിടെയൊന്നും പോയി നിൽക്കരുത്, ഉസ്താദിൻ്റെ ഒപ്പം തന്നെ നിൽക്കണം, വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോയാൽ വെള്ളത്തിക്കൊന്നും ഇറങ്ങരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കിയിരുന്നു കേട്ടോ. കുട്ടികളങ്ങനെ ഒറ്റക്കൊക്കെ വിടുമ്പോൾ ഞമ്മക്കൊരു ബേജാറല്ലേ, പിന്നെ ഓല് വന്ന് കണ്ടെങ്കിലല്ലേ ഒരു സമാധാനമാവുള്ളൂ. അപ്പം അങ്ങനെ ഓലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് നേരത്തെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. റേഷൻ കടയിൽ അരിയിട്ടിട്ടാണ് വെച്ചിരിക്കണം. ഞാനും റിനിമോളും ഒറ്റക്കുള്ളൂ. അപ്പോൾ പിന്നെ രാത്രി ഇന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് ചോറൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ബീട്രൂട്ട് ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല, ഇന്നലത്തെ കുറച്ച് കറിയുണ്ട്. അപ്പോൾ ഒന്ന് ഉച്ചക്ക് അതുകൊണ്ടൊക്കെ ഒപ്പിച്ചാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ മുറ്റടിച്ചാൻ ഇറങ്ങിക്കാട്ടോ. മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാണ്ട് കാറ്റായിട്ടിപ്പോൾ ദിവസം കാറ്റാണ്. അപ്പോൾ അടിച്ചോരിയാലും പിറ്റേന്നൊക്കെ അതേപോലെ ചപ്പുണ്ടാകും. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു കോരിയിട്ടുണ്ട്. പിന്നെ ഞാനത് കഴിഞ്ഞ് സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് അടിച്ചോരി തുടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ അമ്മരം കണ്ടിട്ട് നിറച്ച് ചമ്മല വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. കാറ്റിന് ഈ ഭാഗത്തേക്ക് വന്ന് കൂടി നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കോരി ഇടുകയാണ് കേട്ടോ അവിടുന്ന്. പിന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യുന്നുണ്ടു. അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ അടിച്ചോരി പിന്നെ മുറ്റത്തിൻ്റെ അതിനൊക്കെ എല്ലായിടും അടിച്ചോരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇന്ന് അടുക്കളയിൽ വല്ലാതെ പണികളില്ലാത്തതുകൊണ്ട് തന്നെ വേഗം ഞാൻ അടിച്ചോരി തുടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ സിറ്റ് ഔട്ടൊക്കെ തുടക്കൽ കഴിഞ്ഞ് ഞാൻ പിന്നെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിലൊക്കെ ഇനി അടിച്ചോരിയാണ്. അടിച്ചോരി കഴിഞ്ഞിട്ട് തുടക്കലും കഴിഞ്ഞാൽ പിന്നെ തിരുമ്പി കുളിക്കാമല്ലോ. അപ്പോൾ അതാ ഞാൻ ഉള്ളിലൊക്കെ അടിച്ചോരി കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഈ വീഡിയോസൊക്കെ സ്പീഡ് കൂട്ടിയിട്ടാട്ടോ കാട്ടുന്നത്. നമ്മൾ നോർമലായിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ബോറടിക്കുള്ളൂ. നമ്മൾ സാധാരണ എടുക്കണ അതേ രൂപത്തിൽ വീഡിയോ ഇട്ടാൽ അപ്പോൾ ബോറടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാതും എല്ലാ വീഡിയോവും പിന്നെ സ്പീഡ് കൂട്ടിയിട്ടാട്ടോ കൊടുക്കുന്നത് എല്ലാ പണികളും. അപ്പോൾ അതാ നമ്മൾ ഫ്രിഡ്ജൊക്കെ തുടച്ചിട്ടുണ്ട്. പിന്നെ മിക്സി തുടച്ചു. പിന്നെ വാഷ് ബേസൊക്കെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഇന്ന് അടുക്കളയിൽ കുറച്ച് പണിക്ക് കമ്മിയാണ് കേട്ടോ. ഒന്ന് കറിയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് പിന്നെ ബീട്രൂട്ട് കൊണ്ടൊരു ഉപ്പേരി ഗ്യാസുമ്മ വേഗം ഉണ്ടാക്കിക്കുകയാണ്. അപ്പോൾ ഒന്ന് സച്ചുറിച്ചൊന്നും ചോറിനില്ല. ഓല് ഇനി വരുമ്പോൾ രാത്രിയാവും. പിന്നെ റിനിമോള് ട്യൂഷനും പോകുക. പിന്നെ ഞാൻ ഒറ്റക്കാണ് ഉച്ചക്ക്. അപ്പോൾ പിന്നെ രാത്രിയാകുമ്പോൾ ഇന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കായിരുന്നു. അതായിരുന്നു കുറച്ച് കറി ഫ്രിഡ്ജിലുണ്ട് ഇന്നലത്തെ. അപ്പോൾ അതിന് ഉച്ചക്ക് അതെടുത്ത് ചൂടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒന്ന് അടുക്കളയിൽ പണികൾ കമ്മിയാണെങ്കിലും വേറെ ഇഷ്ടംപോലെ പണികളാട്ടോ. നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തന്നെയല്ലേ, എന്തെല്ലാം പണികൾ ഒരു ദിവസം എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ അടിച്ചലും തുടക്കലും എല്ലാതും കഴിഞ്ഞ് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ 4 മണിക്കാട്ടോ നമ്മൾ നല്ലൊരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് നമ്മൾ ഇന്ന് കടിയൊന്നുമില്ല കേട്ടോ. ചില ദിവസം കടിയൊക്കെ ഉണ്ടാക്കും. ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഞാൻ പുറത്തേക്ക് ഒന്ന് ഇങ്ങനെ പോവുക കേട്ടോ. ഞങ്ങളെ അയൽവാസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഒന്ന് രാത്രിക്ക് പരിപാടി ഉണ്ട്. അപ്പോൾ അവിടേക്ക് അങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ ഈ കാണിച്ചെന്ന ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളിവിടെ മുള്ളുംപഴം എന്നാണ് പറയട്ടോ ഇതിന്. അതാ ഇതുമത്തെ ഈ കായ് ഇങ്ങനെ പൂത്ത് വരൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തിന്നുമല്ലോ. ഞങ്ങളിവിടെ ഇതിന് മുള്ളുംപഴം എന്നാണ് പറയൽ. അപ്പോൾ ഇത് പഴുത്ത് വരുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ അറുത്ത് തിന്നും കേട്ടോ. അപ്പോൾ ഞാനിതാ അങ്ങോട്ട് ഇങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വീട്ടിലാട്ടോ പരിപാടി. നാളെ ഉണ്ട് പരിപാടി, ഇന്ന് രാത്രി ഉണ്ട്.
അപ്പോൾ ഞാൻ വെറുതെ അവിടേക്ക് ഇങ്ങനെ 4 മണിയാകുമ്പോൾ പോയതാട്ടോ. അപ്പോൾ അവിടെ ഉള്ളിയൊക്കെ തൊലിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഉള്ളിയൊക്കെ തൊലിച്ച് കുറച്ച് സൊറയൊക്കെ പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെറുതെ അങ്ങോട്ട് 4 മണിക്ക് പോയതാണ്. പിന്നെ ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോൾ അവിടുന്ന് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. ഉള്ളി തൊലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പോന്നിട്ടുണ്ട്. പിന്നെ അതാ അവിടെ വീട്ടിലെത്തിയപ്പോൾ നമ്മളെ റിനുമോളും തൈകളൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ട്യൂഷനൊക്കെ കഴിഞ്ഞ് 4 മണി കഴിഞ്ഞിട്ട് വന്നിരുന്നു. പിന്നെ തൈകളൊക്കെ നനച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.